ഹായ്, ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചക്ക വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചക്ക കൊണ്ടുള്ള ഹൽവ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പുറത്തുനിന്നൊക്കെ നമ്മൾ മേടിച്ച് കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കണം. ചക്ക കൊണ്ടുള്ള ഹൽവ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നല്ല പഴുത്തിട്ടുള്ള പരിക്ക ചക്കയാണ് ഹൽവക്ക് വേണ്ടത്. അപ്പോൾ ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര കൂടി എടുത്ത് അത് ഉരുക്കിയെടുക്കാനേ വേണ്ടത്. കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ച് നമുക്ക് ഉരുക്കിയെടുക്കുക. എന്നിട്ട് അത് തണിഞ്ഞതിന് ശേഷം ഒരരിപ്പയിലിട്ട് അരിച്ച് എന്നിട്ട് ചക്കയിട്ട പാത്രമില്ല അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓണാക്കി അതിൽ വെച്ച് നല്ലോണം ചൂടാക്കി എടുക്കുക. നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്, തിളച്ച് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല കുറുകി വരണം. ഇതിൻ്റെ തിളച്ച് വരുമ്പോൾ ഇത് മേലോട്ടൊക്കെ ഇങ്ങനെ തെറിച്ച് വരും. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ തെറിക്കും. കൈയൊക്കെ നല്ലോണം പൊള്ളൊക്കെ ചെയ്യാൻ ശ്രദ്ധിച്ചുണ്ടാക്കേണ്ടതാണ്. പിന്നെ ഞാനിതിൽ മൈദ ആഡ് ചെയ്തിട്ടേ ഇല്ല. മൈദ ചേർക്കാതെയാണ് ഞാൻ ഈ ചക്ക ഹൽവ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലോണം കൊതുകി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നെയ്യൊന്നും ഒഴിക്കാൻ വരെ പറ്റുന്നില്ല, കാരണം ഈ തിള കൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ തെറിച്ച് വന്ന് കയ്യിലൊക്കെ വീഴുന്നുണ്ട്, കൈയൊക്കെ പൊള്ളുന്നുണ്ട്. അങ്ങനെ മെല്ലെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ചുക്ക് പൊടിയും കുറച്ച് ഏലക്കായ പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം കുറുകി വരുന്നുണ്ട്, തിളച്ച് മേലോട്ടേക്ക് വരുന്നതുകൊണ്ട് അതിൻ്റെ മൂടി മാറ്റാതെ തന്നെ ചെറിയ ഗ്യാപ്പാക്കിയിട്ടാണ് ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തത്. അതിൻ്റെ ഇടയിൽ ചെറുങ്ങനെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. കൈവെക്കാതെ ഇളക്കിയും കൊടുക്കണം, അതിൻ്റെ ഇടയിൽ കൂടി ഇളക്കിയും കൊടുക്കുന്നുണ്ട്. എൻ്റെ കൈയൊക്കെ ഇതേ പൊള്ളിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചക്ക ഹൽവ നല്ലോണം കുറുകി ആ തിളക്കലൊക്കെ നിന്ന് അതിലെ വെള്ളമൊക്കെ വറ്റി തീർന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ ചക്ക കൊണ്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ഇതാക്കിയിട്ടുള്ളത്. പക്ഷെ അതേപോലെ ആ ടൈം എടുത്തതിനെന്താ, അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എന്താ പറയുക, അത്രയ്ക്ക് നല്ല രുചിയുള്ളൊരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഒന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.